ശരി, നിങ്ങളുടെ അമ്മ നിങ്ങളോട് ഹോംവർക്ക് ചെയ്തു കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ ഉത്തരം? എല്ലാരും പറയാറുള്ളതാണ്. നിങ്ങൾ ഇതായിരിക്കും പറയുക: എനിക്ക് സമയമില്ലമ്മേ. പക്ഷേ ഇത് വളരെ മോശമാണ്. നിങ്ങൾ ജോലികളെ തരംതിരിക്കണം. നിങ്ങളുടെ ജോലി മുൻഗണനയനുസരിച്ച് ചെയ്തുകൊണ്ടേയിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ജോലിക്ക് ആദ്യത്തെ മുൻഗണന നൽകണം. ഒന്നും നാളേക്കായി മാറ്റിവെക്കരുത്. നാളെ ചെയ്യേണ്ടതായ കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യുക. അതുപോലെ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ കഥ ശ്രദ്ധിക്കൂ, ഒരിക്കൽ വലിയൊരു പ്രതിഫലം നഷ്ടമായെന്ന് വരാം. കൃത്യത പാലിക്കുക. മനുവും ബോസും സുഹൃത്തുക്കളാണ്. മനുവും ബോസും അവരുടെ പ്രവൃത്തികളിൽ തുല്യരായിരുന്നു, പഠിപ്പിലായാലും സ്പോർട്സിലായാലും. ബോസ്, സ്കൂളിൽ പോവാൻ സമയമായി. നീ വരുന്നോ ഇല്ലേ? 2 മിനിറ്റ്, ഞാൻ വരുന്നു. ഈ ഷൂ ഇടട്ടെ, എന്നിട്ട് വരാം. മനു തന്റെ എല്ലാ പ്രവൃത്തികളിലും കൃത്യതയും ചിട്ടയും പാലിച്ചിരുന്നു. പക്ഷെ ബോസ് ഒരല്പം മടിയനായിരുന്നു. ഓരോ കാര്യങ്ങളും അവൻ മാറ്റിവെച്ചുകൊണ്ടേയിരിക്കും. ബോസ്, നീ നോട്ടീസ് ബോർഡ് കണ്ടോ? അടുത്ത ആഴ്ച ഒരു മത്സരം നടക്കാൻ പോവുകയാണ്. വിഷയം എന്താണെന്നറിയാമോ? ഞാൻ നോട്ടീസ് ബോർഡ് കണ്ടില്ലല്ലോ. നീ പറ, എന്താ മത്സര വിഷയം? ഇത് ക്രിക്കറ്റിനെ കുറിച്ചുള്ളതാ. വിജയിക്ക് കിട്ടുന്ന സമ്മാനം എന്താണെന്നറിയാമോ? ഒരു ക്രിക്കറ്റ് ഗിയർ. എന്ത്? ക്രിക്കറ്റ് ഗിയറോ? ഓ, അപ്പൊ ഞാൻ ഈ മത്സരത്തിൽ പങ്കെടുക്കും. ഞാനും പങ്കെടുക്കും. നമ്മൾ ക്രിക്കറ്റിനെ കുറിച്ച് 2 പേജ് വരുന്ന ഒരു എസ്സേ എഴുതണം. എന്നിട്ടത് തിങ്കളാഴ്ചക്ക് മുമ്പ് കൊടുക്കണം. ഓ, തിങ്കളാഴ്ച. അതിനിനിയും 5 ദിവസം ഉണ്ടല്ലോ. ധാരാളം സമയമുണ്ട്. പക്ഷേ നമ്മൾ അതിനുള്ള വിവരങ്ങൾ ശേഖരിക്കണ്ടേ? നമുക്ക് നാളെ ലൈബ്രറിയിലേക്ക് പോകാം. അടുത്ത ദിവസം. ബോസ്, വാ, നമുക്ക് ലൈബ്രറിയിലേക്ക് പോകാം. ഇല്ല, ഞാൻ കളിക്കാൻ പോവാ. ശനിയാഴ്ച അവധിയല്ലേ? അന്ന് ഞാൻ ലൈബ്രറിയിലേക്ക് പൊക്കോളാം. നീ പൊയ്ക്കോ. മനു ക്രിക്കറ്റിനെ കുറിച്ചുള്ള ഉപന്യാസം എഴുതി. എന്നിട്ടത് വെള്ളിയാഴ്ച തന്നെ കൊടുക്കുകയുണ്ടായി. എന്നാൽ ബോസ് അത് തിങ്കളാഴ്ച കൊടുക്കാമെന്ന് തീരുമാനിച്ചു. തിങ്കളാഴ്ച. ബോസ്, വാ, സ്കൂളിലേക്ക് പോകാൻ വൈകി. മനു, നീ പൊയ്ക്കോ. ഞാൻ കുറച്ച് താമസിച്ചേ വരൂ. അങ്ങനെ മനു സ്കൂളിലേക്ക് പോയി. ബോസ് സ്കൂളിൽ അരമണിക്കൂർ കഴിഞ്ഞാണ് എത്തിയത്. അവൻ ഉപന്യാസം കൊടുക്കാൻ ടീച്ചറുടെ അടുത്തേക്ക് ഓടി. എന്റെ മേശപ്പുറത്ത് വെച്ചിട്ട് വേഗം ക്ലാസ്സിലേക്ക് പോയിക്കോ. വൈകുന്നേരം. ബോസ്, ഇവിടെ വാ. നിന്റെ ഉപന്യാസം എനിക്ക് സ്വീകരിക്കാനാവില്ല. കാരണം നീ അത് തരാൻ വളരെ വൈകി. സത്യം പറഞ്ഞാൽ നിന്റെ ഉപന്യാസം മനോഹരമായിരുന്നു. മനുവിനേക്കാൾ നല്ലത്. മനു, നിനക്കാണ് ഫസ്റ്റ് പ്രൈസ്. ബോസ്, നീ ഉപന്യാസം ആദ്യം തന്നിരുന്നെങ്കിൽ നിനക്കായിരിക്കും ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ടാവുക, തീർച്ച. സോറി ടീച്ചർ. ഇനിയെങ്കിലും നീ നിന്റെ തെറ്റ് തിരുത്തണം. കൃത്യനിഷ്ഠത പാലിക്കുക. കാര്യങ്ങൾ ദിവസേന തന്നെ ചെയ്തു തീർക്കണം. നീ വെറുതെ വിഷമിക്കേണ്ട കാര്യമല്ല ബോസ്. ഇനിയെങ്കിലും നീ കാര്യങ്ങൾ പിന്നീട് ചെയ്യാമെന്ന് മാറ്റിവെക്കരുത്. എന്റെ സമ്മാനം ഞാൻ നിന്റെ കൂടെ പങ്കിടാം. വാ, നമുക്ക് പോകാം. അന്നു മുതൽ ബോസ് കൃത്യനിഷ്ഠ പാലിച്ചു. ഇത് മാതാപിതാക്കളെയും അധ്യാപകരെയും സന്തോഷിപ്പിച്ചു. പെർഫോമൻസ്: സംഗീതമോ നാടകമോ മറ്റോ അവതരിപ്പിക്കുക. പങ്ക്ച്വൽ: കൃത്യനിഷ്ഠയോടെ പ്രവർത്തിക്കുക. പോസ്റ്റ്പോണിംഗ്: പിന്നീട് ചെയ്യാനായി മാറ്റിവെക്കുക.